ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്രത്യേകതരം ഐറ്റം കൊണ്ട് തയ്യാറാക്കിയ ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈവനിങ് സ്നാക്സ് ആയിട്ടും ഉപയോഗിക്കാം, ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ ഇത് എന്താണ്, എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ രൂപം കിട്ടുകയുള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 2 മധുരക്കിഴങ്ങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമാണല്ലോ, നമ്മുടെ ചീനിക്കിഴങ്ങ് കേട്ടോ. അപ്പോൾ അതാണേ. അപ്പോൾ അത് ഞാൻ അതിൻ്റെ മണ്ണൊക്കെ കളഞ്ഞിട്ട് മുഴുവനായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തോലും കൂടി നന്നായിട്ടൊന്ന് പീല് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഒന്നും കൂടി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഒരു ഗ്രേറ്ററിൽ വെച്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്രേറ്ററിൽ വെച്ച് തീരെ അങ്ങ് പൊടിയായിട്ടുള്ള ഹോളുമല്ല, തീരെ അങ്ങ് വലിപ്പമുള്ള ഹോളിലും അല്ലാത്ത രീതിയിലുള്ള ഹോളിൽ വെച്ച് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഗ്രേറ്റ് ചെയ്തത് ഇതേ രീതിയിൽ കിട്ടുന്ന ഹോളിൽ വെച്ചാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തത് കേട്ടോ. അങ്ങനെ മൊത്തം മധുരക്കിഴങ്ങ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തു. കണ്ടില്ലേ, എല്ലാം ഒരുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിൽ നിന്നും കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ട് ഞെരടി കഴുകിയെടുക്കുക. ഇതിൻ്റെ സ്റ്റാർച്ചൊക്കെ നമുക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് കൈവെള്ളയിൽ വെച്ച് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ആദ്യം നമുക്കിതുപോലെ ഒന്ന് കഴുകിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു പിടി എടുത്തിട്ട് കൈവെള്ളയിൽ വെച്ച് നന്നായിട്ട് മുറുക്കി ഇതൊന്ന് തോർത്തിയെടുക്കുകയെ. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ബാക്കിയുള്ള എല്ലാം നമുക്കിതുപോലെ തന്നെ നന്നായിട്ട് കഴുകിയിട്ട് കൈവെള്ളയിൽ വെച്ച് നന്നായിട്ട് പിഴിഞ്ഞ് തോർത്തിയെടുക്കുക. വെള്ളം ഒട്ടുമേ കാണരുത് കേട്ടോ. അപ്പോൾ അതാ നോക്കിയേ, നമ്മുടെ മധുരക്കിഴങ്ങ് മൊത്തവും ഞാൻ ചീകിയത് വെള്ളത്തിലിട്ട് കഴുകി നന്നായിട്ട് പിഴിഞ്ഞ് തോർത്തിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മധുരക്കിഴങ്ങിന് അതിൻ്റെ സ്റ്റാർച്ചൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായി ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് അവലാണേ. അപ്പോൾ ഞാനിത് മട്ട അരിയുടെ അവലാണ് എടുത്തിരിക്കുന്നത്. അത് 250 ml കപ്പിന് 1.5 കപ്പ് മട്ട അരിയുടെ അവിലെടുത്തിട്ടുണ്ട്. ഇത് ഇത്തിരി കട്ടിയുള്ള അവിലാണ് കേട്ടോ. നിങ്ങൾക്ക് വെള്ള അവിലും വേണമെങ്കിലും എടുക്കാം. അപ്പോൾ 1.5 കപ്പ് അവല് ഞാൻ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇത് കൂടുതൽ നേരം വെള്ളത്തിലിട്ടിരിക്കരുത്. അപ്പോൾ തന്നെ കഴുകിയിട്ട് അതും ഇതുപോലെ തന്നെ നന്നായിട്ട് കൈവെള്ളയിൽ വെച്ച് പിഴിഞ്ഞെടുക്കുക. ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് നേരത്തെ പിഴിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അവലും നന്നായിട്ട് ഒന്ന് കഴുകിയിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ സമയം വെള്ളത്തിലിടാൻ പാടില്ല. അവൽ പെട്ടെന്നങ്ങ് പിരിഞ്ഞു പോകും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ നമ്മുടെ അവലും ഇതിലേക്ക് പിഴിഞ്ഞിട്ട് കൊടുത്തു. അടുത്തതായി നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങയാണ് കേട്ടോ. അപ്പോൾ ഒരു 1.5 കപ്പ് 250 ml കപ്പിന് 1.5 കപ്പ് തേങ്ങയുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ നമുക്ക് എത്ര വേണമെങ്കിലും ഇടാൻ കേട്ടോ. നിങ്ങളുടെ ആവശ്യാനുസരണം ഇടാം, കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. തേങ്ങ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അടുത്തതായി ഇട്ട് കൊടുക്കുന്നത് 1 കപ്പ് ചീകിയെടുത്ത ശർക്കരയാണ് കേട്ടോ. കല്ലും മണ്ണും ഇല്ലാത്ത ശർക്കരയാണെങ്കിൽ ചീകി എടുത്താൽ മതി. അല്ലെങ്കിൽ ചെറുതായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പാനിയാക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു 6-7 ഏലക്ക ഒന്ന് കുത്തിത്തല്ലി അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊടി ഉണ്ടെങ്കിൽ, ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അതാണ് ഇത്തിരി കൂടെ നല്ലത്. എങ്കിൽ 1 ടീസ്പൂൺ പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ സോസ് പാൻ അടുപ്പത്ത് വയ്ക്കുക. സോസ് പാൻ നന്നായിട്ട് ചൂടാവുമ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നെയ്യ്ക്ക് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയോ നെയ്യോ ഏത് ആയിരുന്നാലും ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ കറുത്ത എള്ളാണ് ഇട്ട് കൊടുക്കുന്നത്. മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അത് കഴുകി ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കൂടുതൽ ഇട്ടൊന്ന് എള്ള് പൊട്ടാനൊന്നും നിൽക്കേണ്ട. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് ചൂടോടുകൂടി തന്നെ നമ്മുടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക.
അപ്പോൾ അതാ എള്ളും നെയ്യും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ഒരു സ്പൂൺ വെച്ച് നമുക്കെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. ആദ്യം സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ കൈകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് എടുക്കണം. നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ എങ്കിൽ മാത്രമേ നമുക്ക് തേങ്ങയും ശർക്കരയും അവിലും എല്ലാം യോജിച്ച് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് കൈയൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇത് കൈകൊണ്ട് തന്നെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ അത് ഏകദേശം 1 മിനിറ്റോളം ഞാൻ ഇതൊന്ന് നന്നായിട്ട് എല്ലാം കൂടി അടിഭാഗത്ത് ഒന്ന് മിക്സാക്കി എടുത്തേ. അപ്പോൾ ഇതാ നോക്കൂ, ആ ശർക്കരയും അവിലും തേങ്ങയും നമ്മുടെ മധുരക്കിഴങ്ങും എല്ലാം മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കങ്ങോട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായി ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് പ്ലാവിലയാണ് കേട്ടോ, പച്ച പ്ലാവില. അപ്പോൾ പ്ലാവിലയ്ക്ക് പകരം നിങ്ങൾക്ക് വയണയില എടുക്കാം, അല്ലെങ്കിൽ വാഴയില എടുക്കാം. അപ്പോൾ വയണയിലയും വാഴയിലയും ഇല്ലാത്തവർക്ക് വേണ്ടി കാണിക്കുന്നതാണ് കേട്ടോ. നമുക്ക് ഈ പ്ലാവിലയിലും ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ പ്ലാവില ഇതുപോലെ ഒന്ന് കോട്ടിയെടുക്കുക കേട്ടോ. അതിനുവേണ്ടി കുറച്ച് ഈർക്കലും കൂടി ഞാൻ ഒന്ന് എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ഈർക്കൽ കോർത്ത് എടുക്കുക. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് കോട്ടിയെടുക്കാവേ, ഇതേ കണക്കിന്. അപ്പോൾ ഇതാ പ്ലാവില മൊത്തം ഞാൻ കോട്ടിയെടുത്തു. ഇനി നമുക്ക് നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങിൻ്റെ കൂട്ട് ഇതുപോലെ ഒന്ന് കൈവെള്ളയിൽ എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അമർത്തിയെടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ അതിൻ്റെ ആ ഞെട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വയനയിലേക്ക് ചെയ്യുമ്പോൾ ചെയ്യില്ലേ, അതുപോലെ ഒന്ന് കുഴിച്ച് വെച്ച് കൊടുക്കുക. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ചെയ്തെടുക്കാവേ. അപ്പോൾ ഇതാ നമ്മുടെ മധുരക്കിഴങ്ങിൻ്റെ കോട്ട് ഞാൻ എല്ലാ കുമ്പിളിലും വെച്ച് കൊടുത്തിട്ട് ഇതുപോലൊന്ന് ആക്കിയെടുത്തിട്ടുണ്ടേ. നന്നായിട്ട് ഇലയിൽ അമർത്തി വെച്ച് കൊടുക്കുക. ഇനി ഒരു ഇഡ്ഡലി കുട്ടുവമോ അല്ലെങ്കിൽ സ്റ്റീമറോ എടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം എടുക്കുക. എന്നിട്ട് ഞാൻ ഇഡ്ഡലി കുട്ടുവാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ അടിയിലെ തട്ടും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തയ്യാറാക്കിയ ഓരോ കുമ്പിള് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാം എടുത്ത് നമുക്കിതിലേക്കൊന്ന് ചരിച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ പ്ലാവലയിൽ ഫില്ല് ചെയ്ത് നമ്മുടെ മധുരക്കിഴങ്ങിൻ്റെ കൂട്ട് മൊത്തവും ഞാൻ പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തേ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ്, അതിൽ കൂടുതൽ വേണ്ട. ഇത് മധുരക്കിഴങ്ങാകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് കഴിയട്ടെ. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അടപ്പ് തുറക്കാം. കണ്ടില്ലേ, നല്ല മണമുണ്ട് കേട്ടോ. ഈ സമയം നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള മധുരക്കിഴങ്ങ് വെച്ചുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. കൊച്ചുമക്കൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും. കൊച്ചുമക്കൾക്കെന്നല്ല, വലിയവർക്കും ഇഷ്ടമാവും. വീട്ടിൽ വലിയ ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ അവർ വിശ്വസിക്കുകയില്ല ഇത് മധുരക്കിഴങ്ങ് കൊണ്ട് തയ്യാറാക്കിയ വിഭവമാണെന്ന്. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ മധുരക്കിഴങ്ങെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വേവിക്കുമ്പോൾ അങ്ങ് വെന്ത് കുഴഞ്ഞു പോകുമെന്ന് അല്ലെങ്കിൽ കട്ട പിടിക്കുമെന്ന്. പക്ഷേ ഇത് അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ. നല്ല പിരിപിരാന്ന് തന്നെ ഇരിക്കും. അപ്പോൾ മധുരക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കാൻ മാത്രമല്ല, ഇതുപോലുള്ള വിഭവങ്ങളൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇത് വൈകുന്നേരത്തെ ചൂട് ചായയോടൊപ്പം ചൂടോടുകൂടി കഴിക്കാൻ അടിപൊളിയായിട്ടുള്ളൊരു വിഭവം തന്നെയാണ് കേട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ ഇതാ നോക്കിയേ, ഞാൻ ഇതിൽ നിന്നൊന്നെടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇലയിലൊന്നും ഒട്ടിപ്പിടിക്കുകയോ ഒന്ന് കട്ട പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല.
അപ്പോൾ ഫോർക്ക് കൊണ്ട് ഞാൻ ദാ ഇതൊന്ന് ഉണ്ടാക്കി അടർത്തിയെടുക്കുകയാണേ. കണ്ടില്ലേ? എൻ്റെ ക്യാമറയ്ക്ക് അത്രയ്ക്ക് ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ഇതുപോലെ നല്ല ക്ലിയറായിട്ട് തോന്നിക്കാത്തത് കേട്ടോ. നല്ല സ്നാക്സാണ്. അപ്പോൾ ഞാൻ ഒന്നെടുത്ത് കഴിച്ചപ്പോൾ എനിക്ക് മതിയായില്ല. പിന്നെ ഞാൻ ഒന്നും കൂടി എടുത്ത് കഴിച്ചു കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടമാകും. പഴനിയിലയിലാണെങ്കിൽ അതിൻ്റെ ഫ്ലേവറും കൂടെ കിട്ടുമ്പോൾ ഇത്തിരി കൂടി നല്ലതാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഉപയോഗിക്കാം. ആർക്ക് ഉണ്ടാക്കി കൊടുത്താലും അവർ ഇത് മധുരക്കിഴങ്ങ് കൊണ്ടുണ്ടാക്കിയ പലഹാരമാണെന്ന് പറയുകയില്ല. അത്രയ്ക്ക് ടേസ്റ്റും അത്രയ്ക്കൊരു പുതുമയുമാണ് ഈ പലഹാരം. ആർക്കറിയാതെ ഉണ്ടാക്കി കൊടുത്താലും ഇത് മധുരക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറയില്ല. അത്രയ്ക്കൊരു വെറൈറ്റിയാണ്. അപ്പോൾ മധുരക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കാൻ മാത്രമല്ല ഇതുപോലുള്ള പലഹാരങ്ങളൊക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അത്തരത്തിലൊരു പലഹാരമാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ അതാ നോക്കിയേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അടുത്ത നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.